ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓട്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പാൽ എടുത്തിട്ടുണ്ട്. ലോ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കുപ്പിയാണ് ഉള്ളത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നീ ഇത് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ലോ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് തടി കുറക്കാനും അമിതവണ്ണം കുറക്കാനും വയറ് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ നമ്മൾ ഓട്സ് ആണ് കേട്ടോ. ഓട്സ് ആണ് നമ്മൾ ഫാറ്റ് കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഓട്സ് എന്ന് പറയുന്നത്. കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. തടിയൊക്കെ കൂടി വരുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, എന്താ ഇപ്പോൾ ചെയ്യുക തടി കുറക്കാൻ വേണ്ടിയിട്ട്, എന്താ ചെയ്യുക തടി കുറക്കാൻ. അപ്പോൾ ഇത് ചെയ്താൽ മതി കേട്ടോ. പഞ്ചസാര വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ തടി വെക്കുന്നത് പഞ്ചസാര കേട്ടോ. അപ്പോൾ അത് കുറച്ചാൽ തന്നെ നമ്മളെ കുറേ തടി കുറഞ്ഞ് കിട്ടും. ഓട്സ് അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒബിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് തടി കുറക്കാൻ നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. കുറച്ച് പാലും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഓട്സ് പറഞ്ഞത് താഴത്ത് അടുങ്ങി കൂടും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്താൽ അത് കുറച്ച് സോഫ്റ്റും കൂടെ ആയി കിട്ടും കേട്ടോ. ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മൂത്തി പോലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് ബദാം, കാഷ്യൂ നട്ട്, അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് തേനാണ് കേട്ടോ. മധുരത്തിന് നമ്മൾ തേനാണ് യൂസ് ചെയ്യുന്നത്. ഹണി അത് കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നട്ട്സും കുറച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ. ബ്രദറിന് വാങ്ങിയ ഹണിയാണ്. അപ്പോൾ അവൻ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ വീഡിയോ പകുതി വഴിയിൽ നിന്ന് പോയത്. അപ്പോൾ നമ്മൾ എന്നാലും ഹണിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്തെടുക്കണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ, നമ്മളെന്താ മിൽക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോ ഫാറ്റ് ആയതുകൊണ്ട് നമ്മൾ തടി കൂടുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ തടി കൂടുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ എന്താ ചെയ്യുക, തടി കുറക്കാൻ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ പല പൊടിക്കൈകളും നോക്കൂലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി. നല്ല പോലെ തടി കുറഞ്ഞു കിട്ടും. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റൂല. മധുരം കുറക്കേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ പാല്, ഓട്സ്, ഡേറ്റ്സ്, നട്ട്സ് അങ്ങനെയൊക്കെ പാടെ ആയിട്ട് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഫില്ലാക്കിയിട്ടുണ്ട് നമ്മളെ ബോട്ടിൽ. അപ്പോൾ ഇനി അത് നല്ലപോലെ അടച്ചിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഷെയ്ക്ക് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇത് എപ്പോൾ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് എടുത്താലും മതി കേട്ടോ. രാവിലെ എടുക്കുകയും ചെയ്യാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മൾ തടി കുറയുള്ളൂ. തടി കുറക്കണം എന്നുള്ളവർക്ക് കേട്ടോ. അല്ലാതെ ഇത് വെറുതെ ഉണ്ടാക്കി കഴിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഓട്സ് നമ്മളെ ആരോഗ്യത്തിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ബെനിഫിറ്റുള്ള കാര്യമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് കേട്ടോ. സാധാരണ ഷോപ്പിലൊക്കെ അതാണ് അധികം കിട്ടുക. പക്ഷേ അതിൽ ഫൈബർ തീരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് പിൻഹെഡ് ഓട്സ്, കോസ് ഓട്സ്, ഹൈറിഷ് ഓട്ട് മീൽ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ വാങ്ങി കഴിക്കേണ്ടത്. അതിലാണ് നല്ലവണ്ണം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ തന്നെ ശ്രദ്ധിക്കുക. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സ് അതൊക്കെ വാങ്ങി കഴിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.